ഹലോ വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുട്ടുണ്ടാക്കുന്ന ഇത് കാണിക്കാനാട്ടോ. അത് നമ്മൾ സാധാരണ നമ്മുടെ അരിപ്പുട്ടല്ല കേട്ടോ, ഇത് ചോളമില്ലേ, ചോളം. ആ ചോളത്തിൻ്റെ പൗഡർ അത് നമുക്കിങ്ങനെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ പൗഡർ എടുത്തിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് അതെങ്ങനെ നമ്മളതൊരു പുട്ടുണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിന് നമ്മുടെ അരി പോലത്തെ അല്ല കേട്ടോ, കുറച്ചൊരു ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ചോളത്തിന്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ അധികം അതിലിടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വേറൊരു വിധത്തിലാണ് ഞാനിത് കാണിക്കുന്നത്. ചോള പൗഡർ അതുകൊണ്ട് ഒരു പുട്ടുണ്ടാക്കുക കേട്ടോ ഞാൻ. അത് പിന്നെ ആദ്യം തന്നെ ഒരു കപ്പ് ചോള പൗഡർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു അരിപ്പൊടി പോലെ അല്ല, കുറച്ച് വ്യത്യാസമായൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനതിൽ തേങ്ങ ഇടുന്നത്. തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും കേട്ടോ. നമ്മുടെ സാധാരണ പുട്ട് കുഴക്കില്ലേ, അതേപോലെ തന്നെ ഞാനത് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഞാനൊരു 5 മിനിറ്റ് അത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഈ പൗഡർ. അത് കഴിഞ്ഞ ശേഷം ആണ് ഞാനത് ആവിയിൽ ഞാൻ വെക്കുന്നത്, പുട്ടുണ്ടാക്കുന്നത്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വേഗം പുട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കുറ്റിയൊക്കെ എടുത്ത് വെച്ച് ഉണ്ടാക്കുന്നത് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കുറ്റി വെച്ചൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേഗം അത് അങ്ങ് ആവി കയറ്റിയെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കത് എടുത്ത് ആവിയിലേക്ക് എടുക്കാനുണ്ട്. ഇതൊരു ഇഡ്ഡലി പാത്രം കേട്ടോ. ഈ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ നമ്മുടെ ഈ കുഴിയില്ലേ, അതേപോലത്തെ ഒരു പാത്രം അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അതിന് താഴെ വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ആ ആവി കൊണ്ടിട്ടാണ് ഞാൻ ഈ പുട്ട് വേവിച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ചധികം ഞാൻ തേങ്ങ ഇടും കേട്ടോ ഇതിൽ, 1 കപ്പ് മാവിന്. അതിന് ശേഷം നമ്മൾ പുട്ടിന് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സ് എടുത്തിട്ട് ഈ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ ഞാൻ കുറച്ചും കൂടെ ഇച്ചിരി തേങ്ങ ഇട്ടു കേട്ടോ ഞാൻ. ഇത് നമുക്ക് പഴം കൂട്ടി കഴിക്കാം. സാധാരണ നമ്മൾ കടലക്കറി, മുട്ടക്കറി എന്ത് വേണേലും വെച്ചത് കഴിക്കാം നമ്മൾ. ഇതിലിപ്പോൾ ഞാൻ കറിയൊന്നും കാണിക്കുന്നില്ല. കടലക്കറിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇച്ചിരി തേങ്ങയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ നല്ലോണം ഒരു 5 മിനിറ്റ് നല്ലോണം സ്റ്റീം ചെയ്ത് അതെടുക്കുക കേട്ടോ. ഇതൊരു വേഗം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളധികം അതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. വേഗം ഒന്ന് ഇത് പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ വേഗം നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വേഗം പണി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് കാണിക്കുന്നത് കേട്ടോ. അത് നല്ല കളറും നല്ല ടേസ്റ്റും ആ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് കറിയോടുകൂടി കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും. എപ്പോഴും അരിപ്പുട്ട് കഴിക്കുന്നവർ ഈ ഒരു കോൺപുട്ടും കൂടെ കഴിച്ചു നോക്കും കേട്ടോ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാനിത് കുറ്റിയിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കുറ്റിയിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാനത് കുറ്റിയിലേക്ക് ഇട്ടിട്ട് കുറ്റിയിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആ കോണിൻ്റെ കളറാട്ടോ അത്. നമ്മളതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, കോണിൻ്റെ കളറാണത്. ഞാനിതിന് മുമ്പ് ഒരു റെഡ് റൈസിൻ്റെ പുട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.